ഒന്നാം കഥാദിനത്തിൽ നിന്ന് 67-ാം കഥാദിനത്തിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. മണിരത്നത്തിൻ്റെ അതിബുദ്ധി എന്നുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. തമിഴിലെ വേരെടുത്ത ഒരു സംവിധായകനാണ് മണിരത്നം. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചു. ആ സിനിമയുടെ പേര് രാവണൻ എന്നുള്ളതായിരുന്നു സിനിമയുടെ പേര്. അപ്പോൾ സിനിമ 2 ഭാഷകളിലാണ് സംവിധാനം ചെയ്തതെന്നുള്ളതെന്ന് ഓർക്കണം. ഒന്ന് തമിഴിലും ഒന്ന് ഹിന്ദിയിലും. അപ്പോൾ ഈ സിനിമ എടുത്തു കഴിഞ്ഞതിന് ശേഷം, അതായത് സിനിമക്ക് എടുക്കണമെങ്കിൽ മുമ്പ് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും. പക്ഷേ സിനിമ എടുത്ത് അദ്ദേഹം ആദ്യമായിട്ട് ഇതിൻ്റെ പ്രിവ്യൂ തിയേറ്ററിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ര തൃപ്തി അനുഭവപ്പെട്ടില്ല. കാരണം ഈ സിനിമ പരാജയപ്പെടും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പായി. അദ്ദേഹം MBA ഒക്കെ പഠിച്ച ഒരു കക്ഷിയായതുകൊണ്ട് അദ്ദേഹം MBA പഠിച്ചിട്ട് കൂടുതൽ വലിയ ജോലിക്കൊന്നും പോയില്ല. അദ്ദേഹം സിനിമ മേഖലയിലാണ് ചേർത്തത്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ സിനിമ എങ്ങനെ വിജയത്തിലെത്തണം, കാരണം ഇതിൻ്റെ നിർമ്മാതാവ് ഒരിക്കലും കഷ്ടത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പണി ചെയ്തു. എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ഈ സിനിമ ഹിന്ദിയുടെയും തമിഴിൻ്റെയും പതിപ്പ് നമ്മുടെ മുകേഷ് അംബാനിക്ക് അങ്ങോട്ട് വിറ്റുകൊടുത്തു. അപ്പോൾ മുകേഷ് അംബാനി ആ സമയത്ത് പുതിയ സിനിമാ സംരംഭങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം മണിരത്നത്തിൻ്റെ സിനിമയല്ലേ, അതുകൊണ്ട് ഒന്നും കാണാതെ ഒന്നും പരിശോധിക്കാതെ മണിരത്നത്തെ മാത്രം വിശ്വസിച്ചു. മണിരത്നം പറഞ്ഞ ആ വലിയ കൊടുത്ത് പറയുന്ന നിർമ്മാതാവിനും സംവിധായകനുമായിട്ടുള്ള മണിരത്നത്തിന് കൂടുതൽ സന്തോഷം കിട്ടുന്ന രീതിയിൽ അദ്ദേഹം ഒരു വളരെ യുക്തിപൂർവമായിട്ടുള്ള, കാരണം വലിയൊരു വില കൊടുത്ത് അദ്ദേഹം തൻ്റെ ഈ സിനിമ മുകേഷ് അംബാനിക്ക് വിറ്റു. അപ്പോൾ മുകേഷ് അംബാനി അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരൊന്നും ഈ സിനിമ കണ്ടിട്ടില്ല. കാരണം ഈ സിനിമ പൊളിയാണെന്നുള്ള കാര്യം ഓർക്കുന്നുണ്ട്. കാരണം അവരോർത്തത് മണിരത്നം പോലെയുള്ള ഒരു വലിയ പ്രഗത്ഭനായ സംവിധാനം 2 ഭാഷയിൽ ഒരേ ചിത്രം എടുത്തു കഴിഞ്ഞപ്പോൾ മണിരത്നത്തിലെ വിശ്വാസം ഉണ്ടായിരുന്നു. അവർ ഉടനെ വലിയൊരു തുക, ഒരുപാട് കോടികൾ മുടക്കി അവർ ഈ രാവണൻ എന്ന് പറയുന്ന ഹിന്ദി സിനിമയും ഹിന്ദി പതിപ്പും തമിഴ് പതിപ്പിൻ്റെ ഏകദേശം അവർ അങ്ങനെ വില കൊടുത്ത് വാങ്ങി. പിന്നീടാണ് അവർക്ക് അക്കടി ബോധ്യപ്പെട്ടത്. കാരണം ഇതൊന്നിനും ചുക്കിനും ചുള്ളിലും കൊള്ളില്ലാത്ത ഒരു ഹിന്ദി സിനിമയും തമിഴ് സിനിമയും കണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു അക്കടി പറ്റുകയും ചെയ്തു. ഈ സമയത്ത് എല്ലാം കണ്ട് സമർത്ഥമായിട്ട് പറ്റിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്ത മുകേഷ് അംബാനിയെ സമർത്ഥമായിട്ട് പറ്റിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം മണിരത്നം എന്ന് പറഞ്ഞാൽ കോടികളുടെ സമ്പാദ്യം നിർമ്മാതാവിനും സംവിധായകനായിട്ടുള്ള മണിരത്നമൊക്കെ കിട്ടും. അപ്പോൾ തൻ്റെ സിനിമ ഏകദേശം ബോക്സ് ഓഫീസിൽ അതത്ര വലിയ ചലനം ഉണ്ടാക്കിയെങ്കിലും താൻ കഷ്ടപ്പെട്ട് സംവിധാനം ചെയ്ത സിനിമ യഥാർത്ഥത്തിൽ നിർമ്മാതാവ് മുടക്കിനേക്കാളും ഒരുപാട് ലാഭം നേടിയെടുക്കാനായിട്ട് ഈ സിനിമ മറച്ചു വെക്കുന്നതിലൂടെ തൻ്റെ ഒരുപാട് ലാഭം നേടിയെടുക്കാനായിട്ട് മണിരത്നത്തിന് കഴിഞ്ഞു. മണിരത്നം അങ്ങനെ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കം നടത്തിയത് കൊണ്ട് നിർമ്മാതാവ് വിഷക്കാരനായാതെ അയാളും കോടീശ്വരനായിട്ട് ജീവിച്ചു, മണിരത്നവും കോടീശ്വരനായിട്ട് ജീവിച്ചു. ഈ സിനിമ വാങ്ങിയാണ്ട് മുകേഷ് അംബാനി വോട്ടേജ് ഇല്ലാത്ത ബൾബ് പോലെയായി തീർന്നു. അപ്പോൾ ഈ കഥ നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ നിർമ്മാണ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ആശയങ്ങൾ, അല്ലെങ്കിൽ ഈ ഏത് കാര്യങ്ങളിലായാലും ശരി എന്നൊക്കെ പറഞ്ഞാൽ യുക്തിപൂർവമായിട്ട് കുറേ തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ മുഴക്കിയാൽ നമുക്ക് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളും ബുദ്ധിപൂർവമായിട്ട് വിറ്റ് ചെലവഴിച്ചാൽ അധികം നഷ്ടം വരില്ല എന്നാണ് ഈ കഥ നൽകുന്ന സന്ദേശം. അപ്പോൾ സമ്പാദ്യ കഥാദിനത്തിലെ അഞ്ചാം ദിവസത്തെ ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കഥാവേദിയിലെ കഥ കേൾക്കണം, വിലയിരുത്തണം എന്നപേക്ഷിച്ചുകൊണ്ട് ഈ കഥാവേദിയിലെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.